പലരും പറയും ജീവിതരാഗം. ഇനിയൊരു വരികളിൽ ഒഴുകണ കഥയുടെ കടലിനു തിരകളിൽ ഒഴുകണ പ്രണയം. മഴകളിൽ ഒഴുകവെ സൗഹൃദ കടലതിൽ മഴ തൊന്നതു തന്നയതവിടെ അറിയുമോ ഈ വരികളിൽ അഴകിനാം ചിരി തന്നവൾ കതിജാതി സുന്ദരി സൗഭാഗിനി അവധി നിനക്കിതിനാലൊരു ഗാനമതോർമകളാലെ പാടിയ മൂളലു ത്യാഗമിതാന്നെ അറിയാ കഥയുടെ കഥനമിതാന്നെ പറയണ വരികളിൽ ഒഴുകുകയാണ്. നീയൊരു പൊൻകിളി നീയൊരു ഭവകനി അതിമനുഹൂഹനിയായൊരു ഹൂറി സുന്ദരി ഭാവനിയായൊരു പെൺകിളി നിന്നിലതഴകിനു സൗഹൃദമാണ്. ഓക്കെ ആണോ? ബീവി ഒരൊറ്റ വാക്കിൽ പറഞ്ഞാല് ഇതിന് എനിക്ക് ഇതൊക്കെ മേലെ വെക്കാനും ഓക്കെ ആണോന്നാ പൊളിച്ചടക്കില്ലേ? അയ്യോ എത്ര കടുകട്ടി വാക്കുകളിലൂടെയാണ് നീ പൊളിച്ചടക്കിയത്. അയ്യോ ബ്രോ അങ്ങനൊന്നും ഇല്ല, നമ്മളിങ്ങനെ ട്രൈയിങ്ങേ ഉള്ളൂ. നമ്മളൊരു ചെറിയ റൈറ്ററാണ്, ഫ്രീലാൻസർ ആണ്. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വെച്ച് ഇങ്ങനെ ആക്കി പാടുന്ന വാക്കുകളിലൊക്കെ വളരെ സോഫ്റ്റ് വേർഡുകളായിരിക്കും ബേബി. അടിപൊളിയായി സെറ്റ് ആയിട്ടുണ്ട്. ഇതൊരു നമ്മുടെ എന്താ പറയാ, ഞാൻ ഇതിന് മുന്നൊരു കുറച്ച് ഷോർട്സുകൾ വീഡിയോസുകൾ കണ്ടിരുന്നു. അത് ഇങ്ങനെ ഒരു റാപ്പ് സോങ് പോലത്തെ ഉള്ള സോങ്, അതിന്റെ ഒരു ടച്ചിലേക്ക് പോയിട്ടുണ്ട്. അടുത്തത് പോരട്ടെ എന്ന് നന്ദൂസ് പറയുന്നുണ്ട്. ഐ ആം വെരി ഹാപ്പി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബിബി ബ്രോ. സെറ്റ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മിതുട്ടൻ. ലിനീഷും ഷാനുവിനും മിക്ര കാക്കുനും വേണ്ടി ഒരു പാട്ട് പറ ആടാ ബിബി. ഷാനു ഇക്രു. നമ്മളൊരു ഫ്രീലാൻസ് റൈറ്റർ ആണ്, കുറെ കാലമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള. ഞാൻ ഈ അടുത്തിടയ്ക്ക് ചാനൽ തുടങ്ങിയത് അങ്ങനെ സബ്സ്ക്രിപ്ഷൻ, ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ആരും ഞാൻ സബ്സ്ക്രിപ്ഷൻ ചോദിക്കില്ല. ഡെയിലി ഒന്നും ചിലപ്പോ ലൈവ് ഉണ്ടാവില്ല ആണല്ലേ? അപ്പൊ ഞാൻ സബ്സ്ക്രിപ്ഷൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എന്റെ ഇഷ്ടമാണെങ്കിൽ, എന്റെ കൺസെപ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളെപ്പോലുള്ള ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോ നിങ്ങള് നമ്മളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മള് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതെല്ലാവരോടും ഞാൻ പറയുന്നത് അങ്ങനെയാണ്. ഞാൻ നിങ്ങളെപ്പോലുള്ള ന്യൂ ക്രിയേറ്റേഴ്സിനെ കാണുക, നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് വന്ന ഒരു പാട്ടുകൂടെ പാടാം. എനിക്ക് ഒത്തിരി സംസാരിക്കാൻ അറിയില്ല അങ്ങനെ. ലൈഫ് ഓഫ് വിഷ്ണു എന്നല്ല ചാനലിന്റെ പേര്. അങ്ങനൊന്നുമില്ല. നമ്മളിവിടെ നമ്മൾ ഫ്രണ്ട്സുകളുടെ ഇടയിൽ സംസാരിക്കുന്നത് അത് തന്നെ ഉള്ളു. നമ്മളിവിടെ മൈക്ക് വെച്ചിട്ടും അല്ലെങ്കിൽ വലിയൊരു ഓഡിയൻസിനെ. ലൈഫ് ഓഫ് വിഷ്ണു ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അത് ലൈഫ് ഓഫ് വിഷ്ണു വി പക്ഷെ വി ഈസ. വി എൽസ ആണോ ഈസ ആണോ? അല്ല, എന്നെ എൽസമ്മ എന്ന് എല്ലാരും വിളിക്കുന്നേ, ക്ലോസ് സർക്കിളിലുള്ള എല്ലാ ആൾക്കാരും. നിങ്ങൾ എൽസമ്മ എൽസയാണ് അല്ലേ? എൽസമ്മ എന്നാ വിളിക്കുന്നേ. ഞാനൊരു ലേഡീസ് നെയിമിൽ എഴുതുന്ന റൈറ്ററാണ് കുറെ കാലമായിട്ട് ഈ മാഗസൈൻസിലൊക്കെ. അപ്പൊ ചേട്ടന്റെ ചാനലിന്റെ പേര് ലൈഫ് ഓഫ് വിഷ്ണു എന്നല്ലേ? മാഗസിൻസിലൊക്കെ എഴുതുന്നുണ്ട്. ഞാൻ നിന്റെ എങ്ങനെ ചേട്ടാ മറ്റേ ലൈഫ് ഓഫ് വിഷ്ണു അല്ലേ ചേട്ടന്റെ ചാനലിന്റെ പേര്? ഞാൻ നിനക്ക് എന്റെ വേറൊരു ചാനലിൽ നിന്ന് ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടാ. അല്ല, ചേട്ടന്റെ ഈ ചാനലിന്റെ പേരെന്താ? കേൾക്കുന്നുണ്ടോ? എൽസുനോട് പാട് എന്ന് പറയുന്നുണ്ട്. നന്ദൂസ് ചിരിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യാം, പാട്ട് പാടുക സബ്ബൊക്കെ ചെയ്യാം. നീ പാട്ട് പാടി എടുക്കുന്നു. സബ്ബൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ചാനലിന്റെ പേരെന്താ? എൽസ് പാടിക്കോ. ഇവരൊക്കെ സബ് ചെയ്ത് ഞാൻ എല്ലാവർക്കും ഉണ്ട്. എല്ലാരും നമ്മുടെ എൽസുന്റെ അടുത്ത് ഒന്ന് പോയി. ചേട്ടന്റെ ചാനലിന്റെ പേരെന്താ? ഞാൻ അത് വെച്ചിട്ട് പാട്ട് പാടാം. എന്താ ചാനലിന്റെ പേര്? ആരുടെ? ചേട്ടന്റെ ചാനലിന്റെ പേര്? എന്റേത് ഞാനിപ്പോ കമന്റ് ഇട്ടത് എന്റെ വേറൊരു സ്റ്റാർട്ടിങ്. അല്ല ചേട്ടാ, ഈ ചാനലിന്റെ പേര് ഇത് സോൾ ഓഫ് വിഷ്വല്. എന്റെ മെയിൻ ചാനൽ ഉണ്ട് വിഷ്വൽ സ്റ്റോക്ക് മീഡിയ. ഇത് സബ് ചാനലാണ് സോൾ ഓഫ് വിഷ്വൽസ്. ഇത് സോൾ ഓഫ് വിഷ്വൽ. ശരി, ഫൈൻ, ട്രൈ ചെയ്യാം. ഒറ്റയ്ക്ക് ഞാൻ അവിടെ നടന്നൊരു